ഗൈസ് ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ നിന്ന് പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിലെ പടത്തിന്റെ റിവ്യൂ പറയുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പിന്നെ പറയാം, യുവമാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പിന്നെ പറയാം. ചോട്ട് പറയടാ. ഒരു രക്ഷയില്ലണോ, അടാറെന്ന് പറഞ്ഞ അടാറ് പടം. സത്യം പറഞ്ഞ തിയേറ്ററൊക്കെ നിന്നിങ്ങനെ വിറയ്ക്കുക മൊത്തത്തിൽ. ഈ സൈലന്റ് ആയിട്ടുള്ള തിയേറ്റർ ഫുള്ളായിട്ടൊന്ന് കിടുങ്ങുക. എണീറ്റ് കൈയടിക്കാൻ പറ്റുന്നെങ്കിൽ പൊളിച്ച നമ്മള്. വിഷ്ണു പറയടാ. പൊളിപ്പടം, നൈസ്, വേറൊന്നും പറയല്ല, നൈസ്. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം. ജോൺ വിക്ക് പോലെ, ജോൺ വിക്ക് അല്ല അതിനേലും കലക്കം പടമായിട്ടുള്ള പടം. റിവ്യൂ കാണുന്ന പോലെ ഒന്നും പോയി കാണുക, പട്ടക്കനാണ്. എന്തൊക്കെ പറയടാ. പൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാല്ലേ, വലിയ പൊളിയല്ലേ പറയടാ. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കയ്യൊക്കെ ഇപ്പഴും ചുമന്നിരിക്കുന്നു. ഷെയറൊക്കെ ഒരുമാതിരി മതി നീ അധികം സ്പോയിലറൊക്കെ. ഇതിന്റെ ബാക്കി റിവ്യൂ ഞാൻ നാളെ, ഇതിപ്പോ യുവമാരുടെ നാളെ രാവിലെ കിട്ടുന്നു. ഞാൻ നാളെ രാവിലെ എന്റെ റിവ്യൂ ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം. അങ്ങനെ നേരം വളർത്തിരിക്കാൻ ഗൈസ്, എന്റെ റിവ്യൂ അല്ലല്ലോ, ഓവറോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് കേൾക്കണ്ടേ. എന്റെ പൊന്നോ, സത്യം പറയട്ടെ ഗൈസ്, ഞാൻ ഫസ്റ്റ് സംഭവം കേട്ടോ. സാധാരണ എന്താ പറയാ PVR ആൾക്കാർ എന്താ പറയാ അധികമായിട്ട് അങ്ങനെ കൈയടിക്കുകയും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് കൈയടിച്ചാലായി എന്നുള്ള സിറ്റുവേഷൻ. പക്ഷെ ഇത് ഓവറോൾ തിയേറ്റർ നിന്നിട്ട് കയ്യടിയും ബഹളവും കൂക്കിവിളിയും അതും ഇതും ചില സീനൊക്കെ കാണുന്നില്ല, ഇങ്ങനെ കയറി വരുന്നത്. സത്യമായി നിങ്ങൾക്കത് എന്താ പറയാ, ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താ പറയാ ഈ നമ്മളെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചിരുന്നെങ്കിലല്ല സത്യം നിങ്ങളൊക്കെ ഒരു അങ്ങനത്തെ എന്നുവെച്ചാൽ പടം എന്താ പറയാ അങ്ങനെ ഒരു വലിയൊരു കഥയും കാര്യങ്ങൾ അങ്ങനെ സംഭവം ഒരു ചെറിയ ഇൻസിഡന്റിന്റെ ബേസിൽ നടക്കുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയൊരു ഞാൻ പറയില്ല, അതൊക്കെ പറഞ്ഞാൽ അത് ഇതായി പോകുന്നു. ഓവറോൾ ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കയ്യടിയുടെ ബഹളം ഇങ്ങനെ അടിയിലിങ്ങനെ തരിച്ച് കിടന്നില്ല, അതുപോലെ തന്നെ. പിന്നെ പടം പറയാനെന്ന് പറയുകയാണെങ്കിൽ പടം എന്താ പറയുക A സർട്ടിഫിക്കറ്റ് ആണ്. അതായത് വയലൻസും കാര്യങ്ങളുള്ളവരുടെ A സർട്ടിഫിക്കറ്റ് ആണ്. പടം 18 വയസ്സിന് മുകളിലുള്ളവരെ കാണാൻ പറ്റത്തുള്ളൂ. കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി കാണാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവരൊക്കെ പോയി കാണാതിരിക്കുന്നതിനും കുറച്ചുകൂടെ നല്ലത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് A സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളും. അത് വയലൻസ് ഉള്ളതുകൊണ്ടാണ് A സർട്ടിഫിക്കറ്റ് അത് കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ അജാതി പെർഫോമൻസ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന് ഞാൻ പറയട്ടെ, ഞാനിതിപ്പം പെട്ടെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ബേസിലാണ് ഞാൻ ഈ പടത്തിന് വന്നിട്ട് കാണിച്ചത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ഞാൻ പേഴ്സണലി ഒരു പടത്തിന്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം നോക്കുന്നതാണ്. ഈ ഇൻസ്റ്റഗ്രാമിലോ കാര്യങ്ങളൊന്നും കാണാം. ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ നിന്നിട്ട് OTT ഹിറ്റായപ്പോൾ ചിലപ്പോൾ ഇത് OTT വരുന്നത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും അതും ഇതും പോലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പറയട്ടെ, നിങ്ങൾ തിയേറ്റർ, അതായത് ഞാൻ കണ്ടത് PVR ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഈ ലോക്കൽ സെറ്റപ്പിലുള്ള തിയേറ്ററിലൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ തിയേറ്റർ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തിയേറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രൗഡായിട്ടുള്ള ആൾക്കാരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോനെ തിയേറ്റർ ഫുൾ ഒച്ചയമ്പളായിരിക്കും. അത് കേൾക്കാൻ പറ്റുമെന്നുകൊണ്ട് സംശയമാണ്. അമ്മ രീതിക്കായിരിക്കും അതിനകത്ത് ഇത് വരുന്നത്. ഇപ്പോൾ PVR തന്നെ ഇത്ര ഇതാണെങ്കിൽ നിങ്ങൾ നാലോചിച്ച് സാധാരണ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ബോളവും കാര്യങ്ങളൊക്കെ ഇത് വെച്ചാൽ ഇത് ഞാൻ പറയുന്നത് ഇത്ര ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ കണ്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഞാൻ അത്ര ഇതായിട്ട് എൻ്റെ കൈയൊക്കെ ചുമന്നായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. കൈയടിച്ച് എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എൻ്റെ ഫ്രണ്ട് അമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അമ്പാനൊക്കെ അങ്ങനെയൊക്കെ എന്തുണ്ട് എൻ്റെ മോനെ. ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു പടത്തിന് ഇത്ര ഇതായിട്ട് വന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മാര് രീതിക്ക് ഇതായിരുന്നു. ഗൂസ്പംസ് ലെവലൊക്കെ വേറെ റേഞ്ച് നിൽക്കുമായിരുന്നു. ഒരു എന്താ പറയുക, ഇങ്ങനെ തരിച്ചു കയറി വരുന്ന ഫീലൊക്കെ എനിക്ക് ഞാൻ പറയട്ടെ കുറേ നാളിന് ശേഷം എനിക്ക് ഈ ഒരു പടത്തിന് കിട്ടുന്നത്. സീരിയസ്ലി എനിക്കിപ്പം ചിലപ്പോൾ എൻ്റെ ആയിരിക്കത്തില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത്, ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോണറാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മളെപ്പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പം ചിലർക്ക് ഈ ഒരു ഇതിങ്ങനെയുള്ള ജോണർ മൂവി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിത് OTTയിലെ കാര്യങ്ങൾ വന്നിട്ട് കാണാതിരിക്കുന്നതൊക്കെ ബെറ്റർ. നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് പടമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ ഫ്രണ്ട്സും ആരുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ റേഞ്ചായിരിക്കും. പക്ഷേ അത്ര ഒരു ആവേശം ഇതായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മളിരുന്നത് സീരിയസ്ലി. അപ്പം ഈ നിങ്ങൾ സത്യം പറഞ്ഞാൽ പോയി കാണുക. എനിക്ക് പലതായിട്ട് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ
അതൊരു നല്ല ഇതല്ലേ. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കാരണം വേറെ ഞാൻ അധികം ഈ പടത്തിനെ പറ്റി കാണാത്ത കൊണ്ടും ഇതാകത്ത കൊണ്ടുമാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ഇങ്ങനെയൊക്കെ ഒരു പടം വരുമ്പോഴത്തേക്ക് അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നിങ്ങളും പോയി കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. അപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഇതായി, ഒരു ഗൂസ് പംസ് ഒരു ഇങ്ങനെ വന്ന സെറ്റപ്പൊക്കെ ആയിരുന്നു. അപ്പം അത്രയൊക്കെ നമ്മുടെ കുഞ്ഞൊരു ഇതാണ്. അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ തരും, എന്തും വിളിക്കരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പം പോയി കാണുക. PVRലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ തിയേറ്റർ മസ്റ്റ് വാച്ചാണ് കേട്ടോ. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആ ഒരു എനിക്ക് കിട്ടിയ ആ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ കണ്ടിട്ട് മറ്റൊരു സിനിമ കണ്ടിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ. ബൈ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ.